സഖാവ് VS കടന്നുപോയിരിക്കുന്നു. ആദ്യകാല കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി നേതാക്കളെ അവസാന കണ്ണികളിൽ ഒരാൾ. പിന്നിട്ടത് ആദ്യകാല പ്രവർത്തകരെല്ലാം നേരിട്ട കടല് പോലെ വിശാലമായ ജീവിത പ്രതിസന്ധികളും വെല്ലുവിളികളും തന്നെയാണ്. കൗമാരത്തിൽ തുടങ്ങിയതാണ് ആ പോരാട്ട ജീവിതം. 11 വയസ്സിനിടെ അച്ഛനും അമ്മയും നഷ്ടമായ ബാല്യത്തിൽ ജീവിതം തുന്നുന്നതിന് മൂത്ത സഹോദരനൊപ്പം തയ്യൽക്കടയിൽ സഹായിയായിട്ടാണ് ആ യാത്ര ആരംഭിക്കുന്നത്. അവിടെ വെച്ചാണ് വെന്തലത്തറ വേലിക്കകത്ത് വീട്ടിൽ ശങ്കരൻ മകൻ അച്യുതാനന്ദനിൽ നിന്ന് VS അച്യുതാനന്ദൻ എന്നുള്ള പുകഴ്പെറ്റ പോരാളിയുടെ പിറവി ഉണ്ടാകുന്നത്. സ്വാതന്ത്ര്യ സമരത്തിന്റെയും പിന്നീട് തൊഴിലാളി സംഘടനത്തിന്റെയും വിളഭൂമിയായി മാറിയ പുന്നപ്രയിൽ പറവൂർ ജംഗ്ഷനിലെ തയ്യൽക്കട അക്കാലത്തെ രാഷ്ട്രീയ സംവാദ കേന്ദ്രം കൂടിയായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിന്റെയും തൊഴിലാളി സംഘടനത്തിന്റെയും ഭാഗമായി തീരുന്ന നേതാക്കളും പ്രവർത്തകരും നടത്തിയിരുന്ന ചർച്ചകൾ കേട്ട കൗമാരം. അതിലത്രയും അന്തസ്ഥിത ജനവിഭാഗത്തിന്റെ അവശതകളും നേരിടുന്ന അനീതികളുമായിരുന്നു നിറഞ്ഞിരുന്നത്. മൂത്ത സഹോദരൻ ഗംഗാധരന്റെ സഹായിയായി നിൽക്കെ ഈ ചർച്ചകളും ഒപ്പം താൻ നേരിടുന്ന ജീവിത സങ്കടങ്ങളും ആ കൗമാര മനസ്സിൽ ആകുലതകളും സഹജീവി സ്നേഹവും സൃഷ്ടിക്കുന്നതിൽ നിർണായക ഘടകമായിരുന്നു. രണ്ടുപേർക്ക് വരുമാനത്തിനുള്ള വഴി ആയിരുന്നില്ല തയ്യൽക്കട എന്നതിനാൽ തന്നെ അവിടെ നിന്നിറങ്ങി സമീപത്തെ ആസ്പിൻ വാൾ കയർ കമ്പനിയിൽ ചേർന്നത് ജീവിതോപാധിയായിട്ടായിരുന്നു. എങ്കിലും കണ്ടനുഭവിച്ചത് തൊഴിലാളി ജീവിതത്തിന്റെ പ്രയാസങ്ങളായിരുന്നു. മുതലാളിക്ക് വേണ്ടി പകലന്തിയോളം കയർ വിരിച്ചിട്ടും നിത്യജീവിതത്തിന്റെ ഇഴകൾ പിരിച്ചു ചേർക്കാനാകാത്ത തൊഴിലാളികളുടെ ജീവിത ദുരന്തങ്ങൾ. അത് ചിന്തകളുടെ നേരിപ്പോടിൽ കോരിയിട്ട കനലുമായി അദ്ദേഹം തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ എത്തിയത് നേതാക്കളുടെ കൂടെ കൂടിയായിരുന്നു. അതൊരു തൊഴിലാളി നേതാവിന്റെ രൂപപ്പെടലിന്റെ തുടക്കം തന്നെയായിരുന്നു. കയർ തൊഴിലാളി മേഖലയിൽ അദ്ദേഹത്തിന്റെ സംഘാടക പാടവം മനസ്സിലാക്കിയ നേതാക്കൾ കുട്ടനാട്ടിൽ ചെന്ന് കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ മടിയൊന്നും തന്നെ ഇല്ലാതെ അത് സ്വീകരിക്കുകയായിരുന്നു VS എന്ന തൊഴിലാളി സംഘടനകളിൽ നിന്ന് മുഴുവൻ സമയ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പ്രവർത്തകനിലേക്കുള്ള പരിണാമം സംഭവിച്ചത് അതോടെയാണ്. ആദ്യകാലത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് നേരിടേണ്ടി വരുന്ന ജീവിത പീഡകൾ അത്രയും ആ ശരീരം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അവ താങ്ങാൻ മാത്രം കരുത്തില്ലാതിരുന്ന ശരീരമായിരുന്നിട്ട് കൂടി മർദ്ദനങ്ങളുടെ പാടുകൾ ആ ശരീരത്തിൽ അവശേഷിച്ചു. സാധാരണ ജീവിതത്തിൽ നിന്ന് തന്നെ മാറി നിൽക്കേണ്ടി വരുന്ന ഒളിവ്, തടവ് എന്നീ സന്ദർഭങ്ങളിൽ അദ്ദേഹം നേരിട്ടു. കമ്മ്യൂണിസ്റ്റ് നേതാവ്, തൊഴിലാളി പ്രവർത്തകൻ, വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി പ്രവർത്തിച്ച രാഷ്ട്രീയ പ്രവർത്തകൻ, പരിസ്ഥിതിക്കും പ്രകൃതി സംരക്ഷണത്തിനു വേണ്ടി പോരാടിയ സാമൂഹ്യ പ്രവർത്തകൻ, സാധാരണക്കാരുടെ കണ്ണീരൊപ്പുന്ന ജനപ്രതിനിധിയും ഭരണാധികാരിയും 1930കളുടെ ആദ്യ പകുതിയിൽ നിന്ന് തുടങ്ങി 2025 അവസാനിക്കുന്ന അദ്ദേഹത്തിന്റെ പിന്നീടുള്ള ജീവിതം സാഗര സമാനമായി പരന്നു കിടക്കുകയാണ്. എക്കാലത്തും പോരാളിയായിരുന്ന അദ്ദേഹം വിഭാവനം ചെയ്ത നെൽവയൽ സംരക്ഷണത്തിന് വേണ്ടിയുള്ള സമരരൂപം വെട്ടിനിർത്തൽ എന്ന നിലയിലേക്ക് മാറിയിട്ട് വിമർശിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നുവെങ്കിലും നിലപാട് മാറ്റിയില്ല. അധികാരമേളന്മാരുടെ ഒത്താശയോടെ നടക്കുന്ന കയ്യേറ്റങ്ങൾക്കെതിരെയും വർത്തമാനകാലം ആവശ്യപ്പെടുന്ന പാരിസ്ഥിതിക പോരാട്ടങ്ങളുടെ മുന്നിലും നടന്നു അദ്ദേഹം. മതികൊട്ടാനിലേക്കും പൂയം കട്ടിയിലേക്കും നടന്നു കയറി. പ്ലാച്ചിമടയിലും കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിത ബാധിത ഭൂമിയിലും എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള പ്രശ്നങ്ങളും ജനങ്ങളുടെ ദുരിതങ്ങളും കേൾക്കുക മാത്രമായിരുന്നില്ല ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട ചരിത്രവും ശാസ്ത്രവും സാമൂഹ്യ വിഷയങ്ങളും പഠിക്കുകയും പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുകയായിരുന്നു. CPIM പോളിറ്റ് ബ്യൂറോ അംഗം വരെയുള്ള ചട്ടക്കൂടുകൾക്കകത്തായിരുന്നപ്പോൾ പോലും അതിൻ്റെ പരിമിതികളെ മാറ്റിവെച്ച് അദ്ദേഹം തൻ്റെ നിലപാടുകളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. നിലപാടുകൾ ശരിയാണെന്ന് സ്ഥാപിക്കുന്നതിനുള്ള നിർബന്ധവും വെച്ചു പുലർത്തിയിരുന്നു. അത് പാർട്ടി അച്ചടക്കത്തിൻ്റെ പരിധികൾക്ക് പുറത്തു കടന്നതും നടപടിയിലേക്ക് നയിച്ചതും നാം കണ്ട കാര്യമാണ്. നിലപാടുകളിലെ ആ കാർക്കശ്യം കൊണ്ടായിരിക്കണം അദ്ദേഹം CPIയിലെ ഭിന്നിപ്പിന്റെ വേളയിൽ ഇറങ്ങിപ്പോയവരുടെ കൂടെയായത്. 2006 80 വയസ്സ് പിന്നിട്ടപ്പോഴാണ് VS കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നത്. 2011 വരെ മുഖ്യമന്ത്രിയായിരുന്നു. പിന്നീട് 5 വർഷം പ്രതിപക്ഷ നേതാവായിരുന്നു. 2016 മുതൽ 21 വരെ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ. വയോധിക ജീവിതത്തിന്റെ ആദികളും വ്യാധികളുമായി കഴിയേണ്ടിയിരുന്ന കാലത്തും എല്ലാവരെയും വിസ്മയിപ്പിച്ചുകൊണ്ട് ശരീരശാസ്ത്രത്തെ സംബന്ധിച്ച അത്ഭുതമായി ആ മനുഷ്യൻ നാടിനും നാട്ടാർക്കും ജീവിക്കുകയായിരുന്നു. അസാധാരണ പോരാട്ട മനസ്സും അപൂർവ പ്രതിഭാസവുമായി അദ്ദേഹം എക്കാലവും അടയാളപ്പെട്ട് കിടക്കും എന്നുള്ളത് തീർച്ചയാണ്. കേരള ചരിത്രത്തിൽ ഇങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു എന്ന് വരും തലമുറ അത്ഭുത ആദരങ്ങളോടെ ഓർക്കുന്ന ജീവിതം ബാക്കിയാക്കിയാണ് VS നമ്മളിൽ നിന്ന് വിടവാങ്ങുന്നത്.